ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ രണ്ട് പാർട്ട് നിങ്ങൾ കണ്ട ശേഷം ഈ പാർട്ട് കണ്ടു നോക്കൂ കേട്ടോ. ആദ്യത്തെ പാർട്ട് ഫസ്റ്റ് പാർട്ട് ബാക്കിൻ്റെ ഭാഗമാണ്, സെക്കൻഡ് പാർട്ടിൽ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമ്മൾ തേർഡ് പാർട്ടിൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ബാൻഡ് കട്ടിങ് ആണ്, അളവെടുക്കേണ്ടുന്ന വിധമാണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അതെ നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലിയിൽ ആരെങ്കിലും തയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാലും ഒരു കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാൻഡിൻ്റെ അളവെടുക്കുമ്പോൾ നമുക്ക് പുറത്തു നിന്നാണ്, ഇവിടെ നിന്ന് അളവെടുക്കരുത്, ബാൻഡിൻ്റെ ഉൾസൈഡിൽ നിന്ന് വേണം അളവെടുക്കാനായിട്ട്. പിന്നെ ബാൻഡിനൊക്കെ നമുക്ക് തുണി തരുമ്പോൾ ആളുകൾ കുറച്ച് തുണി സാധാരണയിൽ നിന്നും വിട്ടിട്ട് കുറച്ച് കുറവാണ് തരിക. അപ്പോൾ നമുക്ക് എക്സ്ട്രാ കളറാണ് നമ്മൾ തുണി വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ. ഇപ്പോൾ ഈ ഒരു തുണിയുടെ മെറ്റീരിയലിൽ നിന്ന് കറക്റ്റ് കിട്ടിയില്ല, അപ്പോൾ നമ്മൾ അതിന് എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മളിത് വെക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് തുണി കുറവായിരിക്കും. അതുകൊണ്ട് ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ഒരു ഭാഗം പോലും നമുക്ക് കുറച്ച് പോലും ശ്രദ്ധിക്കാതെ പോകാനായിട്ട് ഒരു സ്ഥലം ഇല്ല. ഫുള്ളായിട്ട് നമുക്ക് ബ്ലൗസിൻ്റെ മൊത്തം തുണി നമുക്ക് ഉപയോഗം വരുന്നതാണ് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് മാത്രം വേണം ബ്ലൗസൊക്കെ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അളവെടുക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഇവിടെ അളവ്. അപ്പോൾ ഈ ഇവിടുത്തെ ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് നമുക്കിത് എന്താ പറയുക, ഹുക്കിൻ്റെ പട്ട നമുക്ക് തയ്ച്ച് മറക്കുന്നതിനായിട്ട് ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഇപ്പുറത്തേക്ക് കടത്തി വെച്ചു. ഓക്കെ, ഇപ്പുറത്തേക്ക് കടത്തി വെച്ചു. ഇതിന് ശേഷം എന്താണ് നമ്മളിത് ഇവിടം വരെ. അപ്പോൾ നമുക്ക് ടോട്ടലി വന്നത് 10 ഇഞ്ചാണ് വന്നത്. കാരണം നമുക്ക് തയ്യൽ തുമ്പ് അടക്കമുള്ള ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടുന്നത്. ഓക്കെ, ഇതേ അളവ് തന്നെ താഴേക്കും. ഓക്കെ, ഇവിടെ നിന്ന് എടുത്തിരിക്കുന്ന, അപ്പോൾ നീളം ബാൻഡിൻ്റെ 10 ആണെന്ന് മനസ്സിലായി. അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്തിലേക്ക് ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഇട്ട ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് ഹുക്കിൻ്റെ ഈ ഭാഗത്ത് നിന്ന് 3/4, അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ആഡ് ചെയ്യണം സീം അലവൻസ് ആയിട്ട്. ഓക്കെ, അതിന് ശേഷം നമ്മുടെ ബാൻഡിൻ്റെ സൈഡ് ഭാഗം അതിൻ്റെ വീതി എടുക്കണം. അത് സെയിം തന്നെയാണ് കേട്ടോ. ഇതിൽ രണ്ട് ഭാഗവും സെയിം തന്നെയാണ്. അപ്പോൾ 3/4 പ്ലസ് 1/2 ഇഞ്ച് ആഡ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡ്. അപ്പോൾ ടോട്ടൽ നീളം വന്ന് 10 ഇഞ്ച്, അതേപോലെ തന്നെ രണ്ടിൻ്റെ സൈഡ്, അത് ഹുക്കിൻ്റെ സൈഡിലത്തെ വീതി വന്ന് 3/4, സൈഡ് ഭാഗത്തെ സൈഡ് വന്നിട്ട് 3/4. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ 1/2 ഇഞ്ചസാണ് തയ്യൽ തുമ്പാരി ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഭാഗം വരയ്ക്കുമ്പോൾ, ഈ ഭാഗം ചെയ്യുമ്പോൾ ഇവിടെ നിന്നേക്ക് കണ്ടോ ഒരു 2.5 ഇഞ്ച് 3 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് വ്യത്യാസം വന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഒരു ഷേപ്പിലാണ്, കർവിലാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഒരു പേപ്പറിൽ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം നമ്മളൊരു ബുക്കും പേപ്പറും എടുത്തിട്ടുണ്ട് കേട്ടോ. ബുക്ക് എടുത്തിട്ടുണ്ട്, ഒരു പെൻ എടുത്തിട്ടുണ്ട്, സ്കെയിൽ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ബാൻഡ് കട്ട് ചെയ്യാം. ബാൻഡിൻ്റെ കാര്യം വരയ്ക്കുന്നത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ 3/4 കൂടെ 1/2 ഇഞ്ച് സീം അലവൻസ് അടക്കം കൂട്ടിയ ഒരളവ്. ഓക്കെ, ഇതേ അളവ് തന്നെയാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്, രണ്ട് സൈഡും വന്നിരിക്കുന്നത് അല്ലേ. ഹുക്കിൻ്റെ സൈഡും എന്താണ് ബ്ലൗസിൻ്റെ സൈഡും വന്നിരിക്കുന്നത്, രണ്ട് സൈഡും ഇത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 3/4 പ്ലസ് 1/2 ഇഞ്ച്. ഓക്കെ, ഈ അളവ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് 10 ഇഞ്ചാണ് നമുക്ക് വീതി വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ വീതി വന്നിരിക്കുന്നത് 10 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് അടക്കമാണ് നമ്മൾ അളവെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഡോട്ട് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതിൽ നിന്ന് വ്യത്യാസം വരുന്നത് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇത് നമ്മുടെ ഏത് ഭാഗം, ഹുക്ക് വെക്കുന്നതിൻ്റെ ഭാഗത്തു നിന്ന് കേട്ടോ. ഓക്കെ, ഹുക്ക് വെക്കുന്ന ഭാഗത്തു നിന്നാണ് നമ്മളിതിപ്പോൾ എടുക്കുന്നത്. ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2.5 ഇഞ്ച് നീക്കിയാൽ മതി. നമ്മൾക്ക് അതിങ്ങനെ ചെരിഞ്ഞ് വരുമ്പോഴാണ് അത് അളവ് കൂടി വരുന്നത്. കാരണം നമ്മൾ അതിൻ്റെ ഷേപ്പ് വരുമ്പോഴാണ് ഇതിൽ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോൾ കാണിക്കുന്ന അളവ് വ്യത്യാസം വരുന്നത്. അതേസമയം നമ്മളിവിടെ 2.5 അല്ലെങ്കിൽ 2.4 ഇഞ്ച് എടുത്താൽ മതി. ആ 2.4 ഇഞ്ച് ഇവിടെ നിന്ന് നീക്കി ഈ സൈഡിൽ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് ഇങ്ങോട്ടേക്ക് താഴേക്ക് ഒരു 3/4 ഇഞ്ച് ഇറക്കും. ഓക്കെ, 3/4 ഇഞ്ച് ഇവിടേക്ക് ഇറക്കും. ഇങ്ങനെ ജസ്റ്റ് 3/4 ഇഞ്ച് താഴത്തേക്ക് ഇറക്കി, ഇതുപോലെ ഒരു താഴത്തേക്ക് ഇറക്കി. ആ സ്ട്രെയിറ്റിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് നമ്മൾ ഇവിടേക്ക് താഴത്തേക്ക് ഇറക്കി കേട്ടോ. 3/4 ഇഞ്ച് താഴത്തേക്ക് ഇറക്കി. 3/4 ഇഞ്ചാണ് കേട്ടോ. 3/4 ഇഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇത്ര ഭാഗമാണ് നമ്മൾ താഴത്തേക്ക് ഇറക്കിയത്. ഉണ്ടോ, ഇത്ര ഭാഗം നമ്മൾ താഴത്തേക്ക് ഇറക്കിയിട്ടത്.
അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഡോട്ട് ഇടുക. മനസ്സിലാവുണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പ് വരച്ചെടുക്കേണ്ടത്. ഈ ബ്ലൗസിൻ്റെ ബാൻഡിൻ്റെ ഷേപ്പ് ഈ രീതിക്ക് വരച്ചാലാണ് നമുക്ക് കറക്റ്റ് ആവുക. മനസ്സിലായില്ലേ? ഓക്കെ, ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഈ ബ്ലൗസിൻ്റെ ബാൻഡ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പ് വരുമ്പോഴാണ് നമ്മുടെ ബ്ലൗസിൻ്റെ കപ്പ് സൈസ് കറക്റ്റ് ആയിരിക്കുക. മനസ്സിലായോ? ബസ് സൈസിൻ്റെ കപ്പ് സൈസ് കറക്റ്റ് വരണമെങ്കിൽ, ബ്രാ കട്ടിങ്ങിൻ്റെ പോലെ വരണമെങ്കിൽ ഈ ഒരു ഷേപ്പ് കറക്റ്റ് ആയിരിക്കണം. ഈ ഒരു ഷേപ്പ് ഇങ്ങനെ കർവ് ചെയ്ത് എടുക്കുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ടക്ക് വന്ന് ഫിറ്റാക്കുന്നത്. ഇതിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു 3/4 ഇഞ്ചിൻ്റെ ഈ ഒരു താഴ്ഭാഗം വരുന്നില്ലേ, ഈ ഒരു സെൻറ്ററിലേക്കാണ് കറക്റ്റ് എന്ത് വന്ന് നിൽക്കുന്നത്, നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇതിനകത്തേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബ്രാ കട്ടിങ്ങിൻ്റെ പോലത്തെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കപ്പ് സൈസ് കിട്ടും ബ്ലൗസിന്. അപ്പോഴാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല ഒരു ഭംഗി ഫിനിഷിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ബാൻഡ് കട്ടിങ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 10 ഇഞ്ച് ഇങ്ങോട്ടേക്കുള്ളതാണ് നമ്മൾ നീളം എടുത്തത്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളതാണ് നമ്മൾ 3.25 ഇഞ്ച്, 3.25 അരിയും എന്ന് പറയുമ്പോൾ 3.25 ഇഞ്ച് വീതി എടുത്തത്. ഓക്കെ, ഈ സൈഡും അത് തന്നെയാണ് വന്നത്, 2 സൈഡ് അത് തന്നെയാണ് വന്നത്. ചിലവരുടെ ബ്ലൗസിൻ്റെ ഹുക്കിൻ്റെ ഭാഗം കുറവും സൈഡ് ഭാഗം കൂടുതലും വരും. അപ്പോൾ ആ അളവ് പ്ലസ് 3/4 ഇഞ്ച് എടുക്കണം. ഓക്കെ, ഇതിൽ ഈക്വൽ ആയിരുന്നത് കൊണ്ട് ഈക്വൽ എടുത്തു. ഇതിൻ്റെ അളവിൽ 3.25 അല്ല, ഇവിടെ 2.5 ആണ്, 2.25 ആണെങ്കിൽ 2.5 പ്ലസ് അര. മനസ്സിലായോ? അങ്ങനെ എടുക്കണം. ഈ പുറത്തെ സൈഡിൽ 3.25 ആണെങ്കിൽ 3.25 പ്ലസ് അര, ഇവിടെ 2.25 ആണെങ്കിൽ 2.25 പ്ലസ് ഹാഫ്. അങ്ങനെ വേണം നമ്മൾ എടുക്കാനായിട്ട്. ചിലവരുടെ ഈ ഭാഗം കൂടുതലുണ്ടായിരിക്കും, ചിലവരുടെ ഈ ഭാഗം കുറവായിട്ട് എടുക്കുന്ന ആളുകളുടെയും വരാറുണ്ട്. അപൂർവം കുറച്ച് ആളുകൾക്കൊക്കെ അങ്ങനെ വരാറുള്ളൂ. കൂടുതലും ഈ ഭാഗം കുറവും ഈ ഭാഗം കൂടുതലാണ് വരാറ്. അപ്പോൾ അത് രണ്ടും അളവെടുത്ത ശേഷം വേണം ഇതുപോലെ ചെയ്യാനായിട്ട്. ഇപ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ ഷേപ്പ് ഇട്ടതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാൻഡ് കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ബ്ലൗസിൻ്റെ അളവെടുക്കേണ്ടുന്ന രീതിയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.